ഹായ് ഡിയേഴ്സ്, അമ്മൂസ് ന്യൂസ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എൻ്റെ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കണ്ട് ലൈക്കൊക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ഷെയറും ചെയ്യണം കേട്ടോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ. ഹായ് ഡിയേഴ്സ്, അപ്പം ഇന്നത്തെ വീഡിയോ കണ്ടന്റ് നമ്മുടെ വേപ്പെണ്ണ എമൽഷനാണ് കേട്ടോ. ചെടികൾക്ക് ഉള്ള ഏറ്റവും നല്ലൊരു ജൈവ കീടനാശിനിയാണ് വേപ്പെണ്ണ എമൽഷൻ. വെറും വേപ്പെണ്ണ എമൽഷൻ അല്ല കേട്ടോ ഞാൻ ചെയ്യാൻ പോണത്. വേപ്പെണ്ണയും വെളുത്തുള്ളിയും ചേർന്ന മിശ്രിതമാണ് ചെടികൾക്ക് അടിക്കാൻ പോണത്, അവർക്ക് സ്പ്രേ ചെയ്യാൻ പോണത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ വേപ്പെണ്ണ എടുത്തു വെച്ചിട്ടുണ്ട്. വേപ്പെണ്ണ ഞാൻ കമ്പനി പ്രൊഡക്റ്റ് ഒന്നും അല്ല കേട്ടോ വാങ്ങിയിട്ടുള്ളത്. അതെന്ന് വെച്ചാൽ നമുക്ക് വെളുത്തുള്ളി മിശ്രിതം വേറെ ചേർക്കേണ്ട ആവശ്യമില്ല, അതിൽ തന്നെ ആഡ് ആയിരിക്കും. ഇത് നമ്മൾ നോർമലായിട്ടാണ് വാങ്ങിയിട്ടുള്ളത്, 100 ഗ്രാമായിട്ടാണ് വാങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് വെളുത്തുള്ളി മിശ്രിതമൊക്കെ ചേർത്ത് മിക്സ് ആക്കിയാൽ മാത്രമേ ഇതൊരു വേപ്പെണ്ണ എമൽഷൻ പൂർണ്ണ രൂപത്തിലാവുള്ളൂ. ഇത് നമുക്ക് 1-2 അടപ്പ് മാത്രമേ ആവശ്യമുള്ളൂ കേട്ടോ. പിന്നെ നമുക്ക് വേപ്പെണ്ണ എമൽഷന് വേണ്ടത് രണ്ടാമത് പ്രധാനമായിട്ടും വേണ്ടത് ഇത് തന്നെയാണ്. ബാർ സോപ്പാണ് വേണ്ടത്. ഡിറ്റർജൻറ്റ് സോപ്പ് പറ്റില്ല കേട്ടോ. അതായത് നമ്മുടെ സൂരി സോപ്പ് അതുപോലുള്ള സോപ്പുകളുണ്ടല്ലോ, അതിലൊക്കെ കാരം കൂടുതലാവും കൊണ്ട് നമുക്ക് ഇതിൻ്റെ ഒരു ബാർ സോപ്പിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, ഈ സോപ്പ് ഉപയോഗിക്കുന്നത് തന്നെ നമ്മൾ വേപ്പെണ്ണ ചെടികളിലേക്ക് സ്പ്രേ ചെയ്യുമ്പോൾ അതിൽ പറ്റി പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ, മരുന്ന് പോവാണ്ട് പറ്റി പിടിക്കാൻ വേണ്ടിയിട്ടാണ് സോപ്പ് ചേർക്കണത് നമ്മൾ. പിന്നെ നമുക്കൊരു തുടം വെളുത്തുള്ളിയാണ് കേട്ടോ വേണ്ടത്. ഇത് ഞാൻ അരച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സോപ്പ് ഞാൻ ലായനി വെക്കാൻ വേണ്ടി ആദ്യം തന്നെ ചെറിയൊരു കഷ്ണം മുറിച്ചിട്ട് ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് അലിഞ്ഞിട്ട് ഏകദേശം റെഡി ആയിട്ടുണ്ട്. വലിയൊരു കഷ്ണം ഞാൻ ഇട്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ അതിൽ ഫുള്ള് അലിയാത്ത ഭാഗം ഞാൻ എടുത്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് അലിഞ്ഞത് മാത്രമേ ആവശ്യമുള്ളൂ. ഇത് ഒരുപാട് കൂടുതലാവാനും പാടില്ല. 2 അടപ്പ് വേപ്പെണ്ണ എടുക്കുമ്പോൾ ഒരു ചെറിയൊരു പീസ് ബാർ സോപ്പ് അലിയിക്കാൻ ഇട്ടാൽ മതി കേട്ടോ. അതിലിനെ അലിയാത്ത ഭാഗം നമുക്ക് എടുത്ത് മാറ്റും ചെയ്യാം, അത് കുഴപ്പമൊന്നുമില്ല. ബാക്കിയുള്ള ഭാഗം കയ്യും കൊണ്ട് നല്ലോണം ഒന്നും കൂടി ഇങ്ങോട്ട് റെഡിയാക്കിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് പാരുകയാണ് കേട്ടോ, ഒഴിക്കുകയാണേ. അപ്പം അതങ്ങനെ ഒഴിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചേർക്കാനുള്ളത് വേപ്പെണ്ണയാണ്. ഞാൻ 2 അടപ്പ് വേപ്പെണ്ണയാണ് കേട്ടോ ഈ ഇതിന് ചേർക്കണത്. ഇത് നമുക്ക് ഒരുപാട് ചേർക്കേണ്ട ആവശ്യമില്ല. 2 അടപ്പാകുമ്പോൾ തന്നെ നമുക്ക് നല്ല ഗുണം കിട്ടും കേട്ടോ. എത്ര ചെടിക്ക് വേണമെങ്കിലും നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് വെളുത്തുള്ളീൻ്റെ അരച്ച് വെച്ചതാണ് കേട്ടോ ഞാൻ ചേർക്കണത്. ഇനി ഇതൊന്ന് നല്ലോണം മിക്സാക്കി കൊടുത്തിട്ടാണ് നമ്മൾ വെള്ളം ഒഴിക്കാൻ പോണത്. അപ്പം ഞാൻ പകുതിയോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. മിക്സാക്കിയ ശേഷം കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് ഒന്നും കൂടി ഇങ്ങോട്ട് ഡൈല്യൂട്ട് ആക്കുകയാണ് കേട്ടോ. നമ്മൾ ഒരുപാട് ഇതിൽ കട്ടിയിലൊന്നും സ്പ്രേ ചെയ്ത് കൊടുക്കരുത്, അത് ചെടികൾക്ക് ദോഷമായിട്ട് വരുള്ളൂ. ഇനി ഇതിൽ നമ്മൾ വെളുത്തുള്ളീൻ്റെ തോലും എല്ലാം ഉണ്ടല്ലോ, അപ്പോൾ സോപ്പിൻ്റെ കുറച്ച് അലിയാത്ത ഭാഗങ്ങളൊക്കെ ഉണ്ടാവും. ഇതൊന്ന് അരിച്ച് മാറ്റി ആ വെള്ളം വേണം നമുക്ക് കുപ്പിയിലേക്ക് ഒഴിക്കാൻ. അപ്പം അതിൻ്റെ കളറേ മാറിയില്ലേ, സോപ്പ് ലായനിയും വെളുത്തുള്ളി മിശ്രിതവും വേപ്പെണ്ണ ഒക്കെ പാടെ ചേർന്നപ്പോൾ ഈ 3 എണ്ണേ നമുക്ക് ആവശ്യമുള്ളൂ കേട്ടോ ഇതിന്. ഈ വേപ്പെണ്ണ നമ്മൾ ലൂസായിട്ട് വാങ്ങുമ്പോൾ അതിനധികം വിലയൊന്നുമില്ല കേട്ടോ. 30 രൂപയ്ക്കാണ് 100 ഗ്രാം കിട്ടിയത്. ഏറ്റവും നല്ലൊരു ജൈവ കീടനാശിനിയാണ്. നമ്മൾ വെയിലത്താണ് കേട്ടോ ഇത് അടിച്ചു കൊടുക്കേണ്ടത്, എന്നാലാണ് അതിൻ്റെ പൂർണ്ണമായിട്ട് നല്ല ഒരു ഗുണം കിട്ടുള്ളൂ നമുക്ക്. അപ്പോൾ നമ്മുടെ വേപ്പെണ്ണ എമൽഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിതാ സ്പ്രേയറിൽ നിറയ്ക്കുകയാണ്. അപ്പോൾ സ്പ്രേയർ പറഞ്ഞാൽ അറിയാലോ, ഞാൻ ജ്യൂസും കുപ്പിയൊക്കെ ഉപയോഗിക്കില്ല കേട്ടോ. ഇതിൽ ഞാൻ മറ്റേ സാധാരണ എൻ്റെ കയ്യിലുള്ളൊരു സ്പ്രേയർ എടുത്തിട്ടുണ്ട് ഇപ്പോൾ തൽക്കാലം. അല്ലെങ്കിൽ ഞാൻ ജ്യൂസിൻ്റെ കുപ്പിയിൽ അടപ്പിൽ ഹോളിട്ടിട്ട് അങ്ങനെയൊക്കെയാണ് സ്പ്രേയർ ഉണ്ടാക്കൽ. പല രീതിയിൽ നമ്മൾ വളങ്ങളൊക്കെ ഉപയോഗിക്കുന്നതല്ലേ. അപ്പോൾ ഓരോന്നിനും ഓരോ ഇത് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കുപ്പിയും സ്പ്രേയറൊക്കെ വേറെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ കുപ്പിയിലേക്ക് മുഴുവനായിട്ട് ഞങ്ങൾ ഒഴിക്കുകയാണേ. അപ്പോൾ ആ കുപ്പി നിറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇനി ആ സ്പ്രേ ഇട്ട് അടയ്ക്കുന്നേ വേണ്ടുള്ളൂ കേട്ടോ. നമുക്ക് നേരെ സ്പ്രേ ചെയ്യുക.
നമ്മുടെ വേപ്പെണ്ണ എമൽഷൻ ഇതാ സൂപ്പറായി റെഡി ആയിട്ടുണ്ട്. പയറിൻ്റെ തൈ ആകെ 1-2 ഉള്ളൂ കേട്ടോ. പക്ഷെ അതിൽ ആകെ ചാഴി വന്ന് നിറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുറേ ഭാഗം ഞാൻ നുള്ളി കളഞ്ഞു, തലപ്പൊക്കെ നുള്ളി കളഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് വന്നിട്ടുള്ളൊരു ഇതാണ് വള്ളിയാണിത്. അപ്പോൾ അതിലും പിന്നെയും വന്നിട്ടപ്പോഴാണ് ഞാൻ ഈ വേപ്പെണ്ണ എമൽഷൻ അടിച്ചെടുക്കാമെന്ന് കരുതിയത്. അതിൻ്റെ ഇലേൻ്റെ പിന്നിലും ഒക്കെ നല്ലോണം അടിക്കുന്നുണ്ട് കേട്ടോ. ഈ മരുന്നും കൊണ്ട് മാറാവുന്നതേ ഉള്ളൂ, ഒരുപാടൊന്നുമില്ല. ഇനി ഞാൻ ഇല നുള്ളി കൊടുക്കണമൊന്നുമില്ല. പുഴുവിൻ്റെ ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇപ്പോൾ മാറി കിട്ടിയിട്ടുണ്ട് കേട്ടോ. വേപ്പെണ്ണ എമൽഷൻ ഞാൻ ഒരു പ്രാവശ്യം മുന്നേ തളിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടാങ്കിൽ ഞാൻ നട്ടിട്ടുള്ളത് 2 തക്കാളി തൈ ഉണ്ട്, 2 പയറും തൈ ഉണ്ട്, പിന്നെ ടാങ്കിൻ്റെ പകുതിയാണ് കേട്ടോ ഇഞ്ചി ഉണ്ട്. ഇഞ്ചി ഒരു 2-3-4 അതിൽ വളർന്ന് വന്നിട്ടുണ്ട്. പിന്നെ കുമ്പളങ്ങ എല്ലാം ഉണ്ട് കേട്ടോ. അതിൽ ഓരോ ഭാഗത്തായിട്ട് ഈ ടാങ്കിൻ്റെ പകുതി മുറിച്ച ഭാഗത്തിലാണ് ഇപ്പോൾ ഇത്രയും നട്ടിട്ടുള്ളത്. അതിൽ ഞാൻ മണ്ണ് ഇട്ടെടുക്കാനുണ്ട്, വേറെ വളങ്ങളുടെ ആവശ്യമൊന്നുമില്ല. കാരണം ആദ്യം ഞാൻ അതിൽ ജൈവ സ്ലറിയൊക്കെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ഈ കരിയിലൊക്കെ ഇട്ട് നല്ല വളം ചാണകപ്പൊടിയൊക്കെ ഇട്ട് റെഡിയാക്കി ഇതായിരുന്നു. അപ്പം ഇനി അതിലേക്ക് അധികം വളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ ഓരോ ഈ കേടുവരാത്ത ഇലകളുടെ അടിയിലും ചുവട്ടിലും മുകളിലും എല്ലാത്തിലും നല്ലോണം തെളിച്ചു കൊടുത്താൽ ഈ ആമ ശല്യം ഉണ്ടല്ലോ, പിന്നെ ഈ പച്ചപ്പുൽച്ചാടിയൊക്കെയാണ് ഈ ഇല ഫുള്ളായിട്ട് തിന്നുക. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഇത് മാറ്റം നമുക്ക് നേരെ അറിയാൻ പറ്റും കേട്ടോ. പിന്നെ ഈ പച്ചപ്പുൽച്ചാടി ആമ അതൊന്നും ഇല തിന്ന് നശിപ്പിക്കുകയോ ഒന്നുമില്ല. പിന്നെ നമുക്ക് ഈ സോപ്പ് ലായനി ആദ്യം തന്നെ ഉണ്ടാക്കി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ നല്ലതെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ വെക്കാൻ പറ്റാത്ത അവസരങ്ങൾ നമ്മൾ ഇതുപോലത്തെ ഒരു കുപ്പി എടുത്തിട്ട് അതിലിത്തിരി ഇളം ചൂടുവെള്ളം, നല്ല ഇളം ചൂടുവെള്ളം ആയിരുന്നു, നല്ല തിളച്ച വെള്ളവും ആവരുത്, അങ്ങനെ ഒരു പാകത്തിൽ വെള്ളം ഇതിലേക്ക് ഇപ്പോൾ ഒരു പകുതിയോളം ഒഴിച്ച് അതിലേക്ക് ബാർ സോപ്പിൻ്റെ കഷ്ണം ഇട്ട് നല്ലോണം കുലുക്കുക കേട്ടോ. അത് പല പ്രാവശ്യം ആവർത്തിക്കുക. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ചെയ്താൽ വളരെ എളുപ്പത്തിൽ സോപ്പ് നമുക്ക് ലയിപ്പിച്ചെടുക്കാം. അപ്പോൾ ലയിക്കാത്ത ഭാഗം ഉണ്ടെങ്കിൽ നമുക്കത് എടുത്ത് മാറ്റാവുന്നതേ ഉള്ളൂ കേട്ടോ. അങ്ങനെ നമുക്ക് സോപ്പ് ലായനി റെഡിയാക്കാം. നമ്മൾ കുറച്ച് നേരം മുന്നേ ഇട്ട് വെക്കുകയാണെന്ന് വെച്ചാൽ നല്ല അടിപൊളിയായിട്ട് കിട്ടും. അത്രയേ ഉള്ളൂ മാറ്റമുള്ളത്. പിന്നെ നമ്മൾ ഈ ലായനി തയ്യാറാക്കിയ വെള്ളം ചേർക്കണം നല്ല ശ്രദ്ധിച്ചിട്ട് വേണം. നമ്മൾ വളരെ കുറച്ച് വെള്ളം ചേർത്തിട്ടുണ്ടെങ്കിൽ അത് ചെടികൾക്ക് ദോഷം ചെയ്യും കേട്ടോ. അപ്പോൾ ഒരു 4 ഇരട്ടി വെള്ളം എങ്ങനെയും ചേർത്തിട്ട് ഡൈല്യൂട്ട് ചെയ്തിട്ട് വേണം ചെടികളിൽ തെളിക്കേണ്ടത്. പിന്നെ ഈ ജൈവ കീടനാശിനികൾ ഉപയോഗിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ വീട്ടിലുണ്ടാക്കണതാണല്ലോ, റെഡിമെയ്ഡ് വാങ്ങണതല്ലല്ലോ, പിന്നെ രാസ കീടനാശിനിയല്ല. അപ്പോൾ ഇത് ഉണ്ടാക്കിയിട്ട് അധിക ദിവസം വെക്കരുത്. അധിക ദിവസം പോയിട്ട് 1 മണിക്കൂറിലധികം വെക്കുന്നത് നല്ലതല്ല കേട്ടോ. 1 മണിക്കൂറിലധികം വെച്ചിട്ട് പിന്നെ അത് നമ്മൾ ഉപയോഗിക്കണം അതുകൊണ്ട് ഫലമില്ല, പിന്നെ അത് ഒരു ദോഷമാണ്, നമുക്ക് ഗുണം ചെയ്യുള്ളൂ, ഫലം ഉണ്ടാവുള്ളൂ. അപ്പം നമുക്ക് അങ്ങനെ ചെയ്യാൻ പാടില്ല. പിന്നെ നമുക്ക് എത്രയാണോ ഉപയോഗിക്കേണ്ടത് ഒരു പ്രാവശ്യം ചെയ്യാനുള്ളത് അടിച്ചെടുക്കാനുള്ളത് വെച്ചാൽ അത്രയും മാത്രം നമ്മൾ ഉണ്ടാക്കുക. പിന്നെ ബാർ സോപ്പിൻ്റെ ധർമ്മം എന്താണെന്ന് ഞാൻ പറഞ്ഞല്ലോ, വേപ്പെണ്ണയെ ചെടികളിൽ പറ്റി പിടിക്കുക എന്നാണ്. നല്ല വെയിലുള്ള സമയമാണ് ഇതൊക്കെ തെളിക്കാൻ. ഇതിൻ്റെ ഉപയോഗം പല തരത്തിലുണ്ട്. ഇതിൽ ഇലതീനി പുഴുക്കൾ, ചിത്രകീടം, വെള്ളീച്ച, പയർപ്പേന് പറഞ്ഞാൽ അറിയാലോ, ചാഴി, മുഞ്ഞ അങ്ങനെയൊക്കെ പറയില്ലേ, അതുപോലത്തുള്ള ജീവികളെയൊക്കെ തുരത്താനുള്ളതാണ് ഈ വേപ്പെണ്ണ എമൽഷൻ കേട്ടോ. ഇതിലും നല്ലൊരു ജൈവ കീടനാശിനി വേറെ ഇല്ലയെന്ന് തന്നെ പറയാം. കുറേ തരത്തിലുണ്ട്, കുറേ ഉണ്ട്, പക്ഷേ വേപ്പെണ്ണ എമൽഷനോളം ഗുണം തരുന്ന വേറൊരു ജൈവ കീടനാശിനി ഇല്ല എന്ന് തന്നെ പറയാം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ആഴ്ചയിൽ 2 ദിവസം വീതം അടിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ് എല്ലാ ചെടികൾക്കും. കറിവേപ്പിൻ്റെ ഇല ഇത്തിരി ക്ഷീണത്തിലാണ് കേട്ടോ നിൽക്കുന്നത്, കറിവേപ്പിൻ തൈ. കാരണം അതിൻ്റെ അറ്റത്തൊക്കെ കണ്ടില്ലേ ചെറിയ പ്രാണികൾ വന്നിരുന്നിട്ട് ആകെ കേട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്കൊക്കെ നല്ലോണം സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ആഴ്ചയിൽ ഒരു 3 പ്രാവശ്യം സ്പ്രേ ചെയ്തൊന്ന് റെഡിയാക്കി എടുക്കണം എന്ന് വിചാരിച്ചിട്ടാണ്. എന്തായാലും റെഡിയാവും, ഞാനത് ചെയ്യലുണ്ട് സാധാരണ. എൻ്റെ വീഡിയോ അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം എല്ലാവർക്കും ബൈ.